മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകുവാൻ സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ സെയിൻറ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മാനം കടുകുമണി അപ്പസ്തലോയ് അയക്കപ്പെട്ടവർ MSTയുടെ മാധ്യമ വിഭാഗമായ ഇമ്പാക്റ്റും ഷാലോം TVയും ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ വിശ്വാസ പരിശീലന കളരിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിതിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. യേശുനാഥൻ താതനയച്ചൊര പ്രേക്ഷിതൻ, അമ്മ മേരി സഹകാരിണി പ്രേക്ഷിത, അപ്പസ്തോലന്മാർ യേശു അയച്ചതാം പ്രേക്ഷിത, പ്രാണനേകിയ ആദ്യ ധീര രക്തസാക്ഷികൾ. പ്രേക്ഷിത വഴിയിൽ ചിന്തിണമൊഴുക്കി ഇന്നും അനേകം ധീര. പ്രേക്ഷിതർക്കായി അഞ്ജലി കൂപ്പാം എന്നെന്നും തിരുസവിധി. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിതിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറി ആവാൻ ഒരിക്കൽ കൂടി ഏവർക്കും കടുകുമണി അപ്പസ്തോലയിലേക്ക് സ്വാഗതം. കഴിഞ്ഞയാഴ്ച നമ്മൾ തോമാസ് ലീഹയെക്കുറിച്ച് പഠിച്ചു. ധീരനായ തോമാസ് ലീഹ സ്വന്തം രക്തം നൽകി സഭയെ പ്രഘോഷിച്ച ഈശോയെ നൽകിയ തോമാസ് ലീഹ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് രക്തസാക്ഷികളെക്കുറിച്ചാണ്. അവരും തോമാസ് ലീഹയെ പോലെ സഭയെ വളർത്താൻ അവരുടെ രക്തം നൽകിയവരാണ്. പക്ഷെ അവരെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് കോറസ് പാടി ഡാൻസ് ചെയ്താലോ? ഓക്കെ, റെഡിയാണോ? Then come in. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാൻ. പ്രേക്ഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിതിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ഈ പാട്ടിങ്ങനെ കേൾക്കുമ്പോഴാണ് നമ്മൾ ആ റിയൽ കടുകുമണി അപ്പസ്തലോയുടെ സ്പിരിറ്റിലേക്ക് വരുന്നത്, അല്ലേ? എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ മിഷണറി ആകേണ്ടത്, ആ ഒരു റിയൽ ത്രില്ലിലേക്ക് നമ്മൾ എത്തിക്കുന്ന
പാട്ടാണ് ഇപ്പോൾ നമ്മൾ പാടി അഭിനയിച്ചത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ തീമിലേക്ക് വരാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് രക്തസാക്ഷികൾ. രക്തസാക്ഷികളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? സാറേ, വിശ്വാസത്തിനു വേണ്ടി ജീവൻ ത്യജിച്ചവരല്ലേ രക്തസാക്ഷികൾ? വളരെ കറക്റ്റാണ്. വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവരാണ് രക്തസാക്ഷികൾ. നിങ്ങൾക്ക് ഏതൊക്കെ രക്തസാക്ഷികളെ അറിയാം? എസ്തഫാനോസ്, മാക്സിമിലിയൻ കോൾബെ. ഈ അടുത്ത കാലത്ത് രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് നടന്ന എന്തെങ്കിലും ഒരു സംഭവം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടോ? യമനിൽ ഭീകരരാൽ കൊല ചെയ്യപ്പെട്ട മദർ തെരേസ സിസ്റ്റേഴ്സും പിന്നെ അതുപോലെ ഭീകരർ തട്ടിക്കൊണ്ടുപോയ ടോമച്ചനുമല്ലേ സാർ? വെരി ഗുഡ്, വളരെ ഭംഗിയായിരിക്കുന്നു, കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടല്ലേ. എനിക്ക് തോന്നുന്നു ഫിലിപ്പ് നന്നായിട്ട് ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ടെന്നാണ്, അല്ലെങ്കിൽ ടി വി കാണുന്നുണ്ട്. ഒരു നല്ല കൈയടി. അപ്പോൾ രക്തസാക്ഷികൾ പണ്ട് മുതലല്ല, ഇപ്പോഴും സഭയിലുണ്ട്. ഈ അടുത്തിടയ്ക്ക് രക്തസാക്ഷിത്വം വഹിച്ച 5 മദർ തെരേസ സിസ്റ്റേഴ്സ്, പിന്നെ ഇപ്പോഴും നമുക്കറിയത്തില്ലാതെ എവിടെയോ ഭീകരർ ഒളിച്ച് താമസിപ്പിച്ചിരിക്കുന്ന ടോം ഉഴുന്നാലിൽ അച്ഛൻ അല്ലേ. അപ്പോൾ ഇതെല്ലാം ഫിലിപ്പിന് കിട്ടിയത് ന്യൂസ് പേപ്പറിൽ നിന്നല്ലേ? അതെ. അങ്ങനെയെങ്കിൽ ഞാനൊരു നല്ല കടുകുമണി കിറ്റ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ കിറ്റിനുള്ളിൽ കുറച്ച് മാറ്റേഴ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് നിങ്ങൾ ഒരു ചാർട്ട് തയ്യാറാക്കണം. ഇതിനകത്ത് ന്യൂസ് പേപ്പറുണ്ട്, കടുകുമണി മാഗസിനുണ്ട്, അങ്ങനെ മറ്റു പല സംഗതികളുണ്ട്. അതെല്ലാം വായിച്ചു നോക്കി അതിൽ നിന്ന് രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട തീം എടുത്ത് അതിൻ്റെ ഒരു ചാർട്ട് നിങ്ങൾ തയ്യാറാക്കണം. റെഡിയാണോ? റെഡി. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള കുട്ടിയെ നമ്മുടെ കടുകുമണി കിറ്റ് ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് നടുക്കേക്ക് വന്നേ. അവിടെ സ്വസ്ഥമായിട്ടൊന്ന് നിലത്തിരുന്ന് അതിനുള്ളിലുള്ള മാറ്റർ എടുത്ത് എല്ലാവർക്കും ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അതൊന്ന് നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തേ അതിനകത്ത് എന്താ ഉള്ളതെന്ന്. ന്യൂസ് പേപ്പറൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, പരസ്പരം നോക്കുക. ഇനി അത് മാർക്ക് ചെയ്യാനും അത് കട്ട് ചെയ്യാനുള്ള ഉപകരണങ്ങളൊക്കെ ആ കിറ്റിനകത്തുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് അപ്പോൾ കൂട്ടുകാരെ, എനിക്ക് തോന്നുന്നു ഏതാണ്ട് നമ്മുടെ ആക്ടിവിറ്റി അവസാനിച്ചല്ലേ. നിങ്ങൾ വളരെ ഭംഗിയായിട്ടുള്ളൊരു ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. അശ്വിൻ എഴുന്നേറ്റ് നിന്നേ. അപ്പോൾ നിങ്ങളുടെ ഈ ചാർട്ടിന് നല്ല ഒരു കൈയടി. ഇനി കൂട്ടുകാരെല്ലാം അവരവരുടെ സ്ഥലങ്ങളിൽ പോയിരുന്നേ. ഇന്നിൻ്റെ സാക്ഷികളല്ലേ. ഇനി നമുക്ക് ആരെയാണ് വിളിക്കേണ്ടത്? അന്നു എവിടെ? ഇങ്ങോട്ട് മാറി നിൽക്കൂ. ജോസ്, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ചാർട്ടിൻ്റെ ഹെഡിങ്സ് ഒന്ന് വായിച്ച് വൺ ആഫ്റ്റർ അനദർ. ആദ്യം മോള് വായിക്കുക, പിന്നെ ജോസ് വായിക്കുക. ഓക്കെ. ഫാദർ ടോമിന്റെ മോചനത്തിനുള്ള ശ്രമം തുടരുന്നു. അതിരുകളില്ലാത്ത സ്നേഹം. എൻ്റെ പ്രാർത്ഥന. പള്ളി ആക്രമണം. രാജ്യസഭയിൽ പ്രമേയം. മദർ തെരേസയുടെ സഹോദരിമാർ പ്രാർത്ഥനയിലാണ് അക്രമികളുടെ മാനസാന്തരത്തിന് വേണ്ടി. അവസാനം സിസ്റ്റർ സാലി വിളിച്ചു. സന്തോഷം നിറവിൽ കുടുംബം. സിസ്റ്റർ സാലിയെ യമനിൽ നിന്ന് UAE എത്തിച്ചു.
ഏഡനിലെ മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർദിനാൾ മാർ ആലഞ്ചേരി. ഫാദർ ടോം ഉഴുന്നാലിൻ്റെ മോചനത്തിന് എല്ലാ വഴികളും തേടുമെന്ന കേന്ദ്രം. വളരെ നന്നായിരിക്കുന്നു. പോയിരുന്നുള്ളൂ. പ്രിയ കൂട്ടുകാരെ, മനോഹരമായൊരു ചാർട്ട് നിങ്ങൾ തയ്യാറാക്കി. വേദന തോന്നിപ്പിക്കുന്നതാണ് അല്ലേ? മനോഹരമെന്ന് ഞാൻ പറഞ്ഞു എങ്കിൽ പോലും അതിൽ നിന്ന് കൂടുതൽ നമുക്ക് മനസ്സിലാകുന്നത് വേദനയാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ന് ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയാലും എപ്പോഴെങ്കിലും ഏതെങ്കിലും ന്യൂസ് പേപ്പറിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ സഭയിൽ ആരെങ്കിലും വിശ്വാസത്തിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്നതായിട്ട്, രക്തസാക്ഷികളാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് സാർ രക്തസാക്ഷികളുടെ ചുടുനിണത്താലാണ് സഭ വളർന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് തെരേസ പറഞ്ഞതുപോലെ രക്തസാക്ഷികളുടെ ചുടുനിണത്താലാണ് നമ്മുടെ സഭ വളരുന്നത്. നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒന്നല്ല, പക്ഷേ അതല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ഈശോയെ പ്രഘോഷിക്കുമ്പോൾ, ഈശോയെ സ്നേഹിക്കുമ്പോൾ, വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പലപ്പോഴും അത് പലർക്കും മനസ്സിലാകണമെന്നില്ല. സഭ വളർന്ന ആദ്യകാലങ്ങളിൽ AD 313 സഭയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്, സഭയാകുന്നത്. അതിനു മുമ്പ് എപ്പോഴും ഒളിച്ചും പാത്തും അണ്ടർഗ്രൗണ്ടിലൊക്കെയായിരുന്നു പലപ്പോഴും വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നത്, പ്രാർത്ഥിച്ചിരുന്നത്, ക്രിസ്ത്യാനികൾ ഒന്നിച്ചു കൂടിയിരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി, പക്ഷേ എങ്കിൽ പോലും ഈശോയുടെ സന്ദേശവുമായി നമ്മൾ ഓരോ രാജ്യങ്ങൾ മാറി മാറി സഞ്ചരിക്കുമ്പോൾ, നമ്മുടെ തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഈശോയുടെ സന്ദേശവുമായിട്ട് ചെല്ലുമ്പോൾ പലപ്പോഴും നമ്മുടെ ആ വിശ്വാസത്തെ പലർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സാർ, ഇന്ത്യയിൽ രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ടോ? അതിന് നമ്മുടെ രാജ്യത്ത് മതപീഡനങ്ങളൊന്നുമില്ലല്ലോ. നമ്മുടേതൊരു സെക്യുലർ രാജ്യമല്ലേ? സത്യം പറഞ്ഞാൽ 2 ചോദ്യങ്ങളും ശരിയാണ്. ഇന്ത്യയിൽ രക്തസാക്ഷികളുണ്ട്. അതുപോലെ തന്നെ നമ്മുടേത് ഒരു മതേതര രാജ്യമാണ്, സെക്യുലർ രാജ്യമാണ്. ഇന്ത്യയിൽ രക്തസാക്ഷികളായ ആരുടെയെങ്കിലും പേര് നിങ്ങൾക്കറിയാവോ? ഗ്രഹാം സ്റ്റെയിൻ, സിസ്റ്റർ റാണി മരിയ, സിസ്റ്റർ റാണി മരിയ, സിസ്റ്റർ വത്സ. നോക്കിക്കേ, ഇനിയും നമ്മൾ ആലോചിച്ചാൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വിശ്വാസത്തിന് വേണ്ടി സഹനം അനുഭവിച്ച ഒത്തിരി വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മൾ താമസിക്കുന്ന നമ്മുടെ കേരളം ഇന്നും നല്ല രീതിയിൽ, നല്ല ധാരണയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് അല്ലേ? നമ്മുടെ അയൽവക്കക്കാരായിട്ട് എത്രയോ ഹിന്ദു സഹോദരി സഹോദരന്മാരും എത്രയോ മുസ്ലിം സഹോദരി സഹോദരന്മാരുമാണുള്ളത്. പക്ഷേ നമ്മുടെ ഇടയിൽ ട്രഡീഷണലായിട്ട്, പാരമ്പര്യമായിട്ടൊരു നല്ല ബന്ധം ഇന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതങ്ങനെ ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ പലപ്പോഴും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ വിരലിലെണ്ണാവുന്ന ക്രിസ്ത്യാനികളെ നമ്മളുള്ളൂ. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ പറയുന്ന നമ്മുടെ ജീവിതം, നമ്മുടെ രീതികൾ, നമ്മുടെ വിശ്വാസം, നമ്മുടെ വിശ്വാസ പാരമ്പര്യങ്ങൾ എളുപ്പം അവർക്ക് മനസ്സിലാകണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ അവരുടെ ഉള്ളിൽ ചില സംശയങ്ങളുണ്ടാകാം, നമ്മളെ മനസ്സിലാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. അങ്ങനെയുള്ള അവസരത്തിൽ നമുക്കെന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ഈശോയെ പ്രഘോഷിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് ഈശോയിലേക്കൊരു തുറവി ഉണ്ടാക്കി കൊടുക്കണമേ തമ്പുരാനെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കാം. അതേ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജോഫിനല്ലേ നമ്മളോട് ചോദിച്ചത് ഇന്ത്യയിൽ മതപീഡനം ഉണ്ടോ എന്നല്ലേ? അപ്പം ആ ചോദ്യം മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ എന്നെ പ്രേരിപ്പിക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ഓരോ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ തരിക. ഇതുപയോഗിച്ച് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾ ഈ കണ്ടമാൽ എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ കണ്ടമാൽ എന്ന ആ ഒരു പ്രദേശത്തെക്കുറിച്ച് നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് അവിടെ എന്താണ് സംഭവിച്ചത്, അവിടെ എങ്ങനെയാണ് സംഭവിച്ചത്, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഗൂഗിളിൽ അതിൻ്റെ ഇമേജസിൽ പോവുക, അതിൻ്റെ വീഡിയോസിൽ പോവുക, ആർട്ടിക്കിൾസ്, ഇതെല്ലാം നോക്കിയൊന്ന് ഒരു സെർച്ച് നടത്തും. എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ? നോക്കുന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളുടെ റിസർച്ച് അവസാനിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? സാർ, ഞങ്ങൾ കണ്ടമാലിനെ കുറിച്ചുള്ള ബ്ലോഗ് നോക്കി. അന്നേരം ക്രിസ്ത്യാനികളെ അവർ കുറേ പീഡിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു.
അതിൻ്റെ ഇമേജസും അതിൻ്റെ Image. ന്യൂസും കാണാൻ സാധിച്ചു. മറ്റു വാർത്തകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചല്ലേ? അതെ. ആ റിസർച്ച് ഉപകാരപ്പെട്ടോ? ഇനി ബാക്കി വീട്ടിൽ പോയി നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്ത് നോക്കുക. അന്നേരം കൃത്യമായിട്ട് മനസ്സിലാവും ഏത് രീതിയിലാണ് മതപീഡനങ്ങൾ ഇന്ന് നടക്കുന്നത് എന്നതിനെക്കുറിച്ച്. ഓക്കെ, ഈ ഗ്രൂപ്പിനോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്താ കണ്ട് മനസ്സിലാക്കിയത്? ഞങ്ങൾ കാണ്ടമാൻ ഇൻസിഡൻറ്റിൻ്റെ ഒരു വീഡിയോ കണ്ടു. വീഡിയോ കണ്ടു. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എത്രമാത്രം ക്രൂരതയാണ് അവിടെ നടന്നത് എന്ന് മനസ്സിലായി അല്ലേ? മനസ്സിലായി. ചിലപ്പോൾ നമ്മൾ ചോദിച്ചേക്കാം, എന്തിനാണ് ഈ പാവപ്പെട്ട മനുഷ്യർ സഹിക്കുന്നതെന്ന്. മറ്റൊന്നിനുമല്ല, അവർ വിശ്വസിക്കുന്നു ക്രിസ്തുവാണ് ദൈവമെന്ന്. ആ ഈശോയിൽ വിശ്വസിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. പിന്നെ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഇവരുടെ ഈ വിശ്വാസ തീക്ഷ്ണത കണ്ട് ചില കുടുംബങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ട് വിശ്വാസത്തിന് വേണ്ടി. പക്ഷേ എന്നിട്ടും ആ കുടുംബങ്ങളിലെ മറ്റു വ്യക്തികൾ ആ വിശ്വാസം കളയാതെ ശക്തിയുക്തം തീക്ഷ്ണമതികളായിട്ട് ആ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത് കണ്ട് പലർക്കും തോന്നിയിട്ടുണ്ട്, ഇവരെന്താണ് ഇങ്ങനെ ഇത്രമാത്രം ആക്രമണങ്ങളും ഇത്രമാത്രം ക്രൂരതയും ഇവരുടെ മേലുണ്ടായിട്ടും ഇവരെങ്ങനെയാണ് ഈശോയിൽ വിശ്വസിക്കുന്നത്? അവരുടെ ഉള്ളിലുള്ള ആ സ്നേഹം, അവർക്ക് കിട്ടുന്ന ആ സന്തോഷം, ആ ഈശോയിൽ വിശ്വസിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ സന്തോഷം കണ്ടിട്ടാണ് പലപ്പോഴും ഇവരെ പീഡിപ്പിച്ച പലരും ക്രിസ്തു മതത്തിലേക്ക് വരുന്നതും ക്രിസ്തുവിനെ അറിയുന്നതുമായിട്ട് പല പല അവസരങ്ങളിൽ നാം കണ്ടിട്ടുണ്ട്. ഈ കണ്ടമാലിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇനി ഇതിൽ കൂടുതൽ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ കേൾക്കാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു സംഗതിയുമല്ല. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ ഇടയാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇതിങ്ങനെ സംഭവിച്ചാൽ അത് സഭയുടെ വളർച്ചയ്ക്കും ഈശോയുടെ നാമത്തിൻ്റെ പ്രഘോഷണത്തിനും കാരണമാകട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കൂട്ടുകാരെ, ഇനി ഈ രക്തസാക്ഷികളുടെ ചുടുനിലത്തെ സ്മരിച്ചുകൊണ്ട് നമുക്കൊരു കൊച്ചു ഡാൻസ് നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടല്ലേ? അതൊന്ന് പാടി അവതരിപ്പിക്കാം. തയ്യാറാണോ? അതെ. ജീവിത പാതയിൽ വിശ്വാസദീപം ഏരിച്ചവർ ചുടുനിടത്താൽ പണിതൊരു സഭയിലാ വളർന്നു പടർന്നിതാ. സഹന ജീവിത പാതയിൽ വിശ്വാസദീപം ഏരിച്ചവർ ചുടുനിടത്താൽ പണിതൊരു സഭയിലാ വളർന്നു പടർന്നിതാ. ജീവനികിയ നാഥനാം ജീവൻ ബലിയായി നൽകിയോ പുണ്യരാമിട സാക്ഷികൾ തിരുസഭയുടെ തൂണുകൾ തിരുസഭയുടെ തൂണുകൾ. സഹന ജീവിത പാതയിൽ വിശ്വാസദീപം ഏരിച്ചവർ ചുടുനിടത്താൽ പണിതൊരു സഭയിലാ വളർന്നു പടർന്നിതാ. സഭയിലാ വളർന്നു പടർന്നിതാ. സഭയിലാ വളർന്നു പടർന്നിതാ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ക്ലാസ് അവസാനിക്കുകയാണ്. അടുത്തയാഴ്ച കടുകുമണി അപ്പസ്തലോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.